ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ ഓണം വരാറായല്ലോ അല്ലേ. അപ്പോൾ അത് കാരണം ഓണം സീരീസ് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റത്തെ റെസിപ്പിയാണ് നമ്മൾ എരിശ്ശേരി. അപ്പോൾ നമുക്ക് എരിശ്ശേരി എങ്ങനെ തയ്യാറാക്കണേ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഓവർനൈറ്റ് വെള്ളത്തിലിട്ട് വെച്ചിരുന്ന പയറെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, അതുപോലെ മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, വെള്ളം എന്നിവ ചേർത്ത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുക. ഒരു 2 വിസിൽ മതിയാവും കേട്ടോ. അപ്പോൾ പയർ വെന്തതിന് ശേഷം നമുക്ക് മത്തങ്ങയും കൂടി ആഡ് ചെയ്തിട്ട് ഒരു 2 വിസിൽ. അപ്പോൾ മത്തങ്ങയും നല്ലപോലെ വെന്ത് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്കുള്ള അരപ്പ് നമുക്ക് സെറ്റാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് നാളികേരം ചിരകിയത്, അതുപോലെ ചെറിയുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ജീരകം എന്നിവ നല്ലപോലെ അരച്ചെടുക്കുക. മത്തങ്ങയും പയറും കൂടി ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ തിളച്ചതിന് ശേഷം നമുക്ക് തേങ്ങയുടെ അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടായി വരണം കേട്ടോ. ഇപ്പോൾ എനിക്ക് ഈ കറി ഉണ്ടാക്കുമ്പോൾ മെയിനായിട്ട് എൻ്റെ ഫ്രണ്ടിനെ എനിക്ക് എപ്പോഴും ഓർമ്മ വരും കേട്ടോ. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ അവൾ വീട്ടിൽ വരുന്ന ടൈമിൽ ഉമ്മയുടെ ഈ മത്തങ്ങയും പയറും കറി അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കാണെങ്കിൽ ഈ മത്തങ്ങയും പയറും അങ്ങനെ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അന്ന്. പക്ഷേ ഇപ്പം എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഈ മത്തങ്ങയും പയറും കറി. ഞാൻ എന്നിട്ട് ആലോചിക്കും, പണ്ട് ടേസ്റ്റും കൂടി നോക്കാണ്ടായിരുന്നു ഞാൻ എന്താ പറയുക, എനിക്ക് വേണ്ട, എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയാറ്. അന്ന് ഉമ്മ കുറേ നിർബന്ധിക്കുമായിരുന്നു. ഞാനപ്പോൾ വേണ്ട എന്നുള്ള ഇതിൽ കഴിക്കാറുമില്ല. അപ്പോൾ നമ്മൾ കറിയൊക്കെ ഒന്ന് ജസ്റ്റ് തിളച്ച് സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതുപോലെ തന്നെ കറിവേപ്പിലയും ഉണക്കമുളകും ഇട്ടിട്ട് പൊട്ടിച്ചെടുത്തു കേട്ടോ. അതിനുശേഷം തേങ്ങയും കൂടിയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുക. പിന്നെ ഓണത്തിന് എനിക്ക് കുറേ മെമ്മറീസ് ഉണ്ട് കേട്ടോ. ഓണവും വിഷുവിനും മെയിനായിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലായിരിക്കും. അവിടെ നിന്ന് തന്നെ ആയിരിക്കും ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചൊക്കെ. നമ്മൾ അടുത്തുള്ള എല്ലാ ഫ്രണ്ട്സും ഉണ്ടാവും. വൈകുന്നേരം ആയാലും അവിടെ നിന്ന് പോകാൻ ഇഷ്ടമുണ്ടാവില്ല കേട്ടോ. ഉമ്മ എന്താ പറയുക, വിളിച്ച് ലാസ്റ്റത്തെ വിളി എന്നൊക്കെ പറയുമല്ലോ, അതുപോലെ ആ ടൈമിലായിരിക്കും പോവുക. കാരണം എല്ലാവരും കൂടി കൂടുക, പിന്നെ കളിക്കാം, അതൊക്കെ ഒരു എന്താ പറയുക, ആ ഒരു വൈബ് ഇപ്പോൾ ഒരിക്കലും ഇനി തിരിച്ച് കിട്ടാൻ പോണില്ല. അത്രയും മറക്കാൻ പറ്റാത്ത കുറേ ഓർമ്മകൾ ഓണം നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. അപ്പോൾ തേങ്ങ ഒക്കെ നല്ലപോലെ വറുത്തെടുത്തതിന് ശേഷം നമുക്ക് ആ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മത്തങ്ങയും പയറും എരിശ്ശേരി ഇവിടെ സെറ്റായിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്കും ഉണ്ടാവുമല്ലോ ഓണത്തിന് ഇതുപോലെ മറക്കാൻ പറ്റാത്ത ഓർമ്മകൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിൽ ഓണത്തിനെ പറ്റിയിട്ട് ഓർമ്മ വരുന്ന കുറച്ച് മെമ്മറീസ് എല്ലാവരും ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യട്ടോ. പിന്നെ ഓണം സദ്യയിൽ എന്താ പറയുക, കറികളൊക്കെ ഇതുപോലെ ഞാൻ ഓരോന്നും വീഡിയോ ആക്കിയിട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് നിങ്ങൾ ഇതുവരെ കാണണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എനിക്കാണെങ്കിൽ ഓണസദ്യയിൽ ഏറ്റവും കൂടുതലായിട്ട് ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റം എന്ന് വെച്ചാൽ പാലട പായസമാണ് കേട്ടോ. അത് ഞാൻ എന്തായാലും ഒരു 2 ഗ്ലാസ്സെങ്കിലും ഞാൻ കുടിച്ചിട്ടുണ്ടാവും. പിന്നെ ഇലയിൽ ഒഴിച്ചിട്ട് പപ്പടം, പഴം അങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കുമല്ലോ, അതിൽ ഞാൻ പഴം കൂട്ടിയിട്ട് കഴിക്കാറുണ്ട് കേട്ടോ. അതും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അവളെ വീട്ടിൽ പോയിട്ട് തിരിച്ച് വരുമ്പോൾ ഒരു പാത്രം നിറയെ എനിക്ക് പായസം തന്നിട്ടുണ്ടാവും കേട്ടോ. വീട്ടിൽ പോയി എന്താ പറയുക, കുറച്ച് ടൈമൊക്കെ കഴിഞ്ഞ് രാത്രി പിന്നെ ഈ പായസം കുടിക്കൽ തന്നെ പണി. അപ്പോൾ നമ്മുടെ എരിശ്ശേരിയുടെ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് വീഡിയോസ് കാണുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.